ഇന്നലെ നമ്മുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായതാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞതൊരു നിങ്ങളൊക്കെ കണ്ടതൊരു ട്രെയിലർ മാത്രമാണ്, ഇനി വേണമെങ്കിൽ മുഴുവനായി കാണിച്ചു കൊടുക്കാം സിനിമ എന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, ഈ ട്രെയിലർ കാണിച്ചു എന്ന് നമ്മൾ പറഞ്ഞത് സത്യമാണ്. കാരണം നമ്മുടെ ബ്രഹ്മോസ് അയച്ചു എന്നുള്ളത് ഒരുപാട് സംശയമായിരുന്നു ആളുകൾക്കൊക്കെ, അന്താരാഷ്ട്ര സമൂഹത്തിലൊക്കെ. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോടുകൂടി അങ്ങ് മാറി. ബ്രഹ്മോസ് അയച്ചു, ശരിയാണ്. ബ്രഹ്മോസ് തകർത്ത് തരിപ്പണമാക്കി അവിടെ പല ഭാഗങ്ങളും, അതും ശരിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഈ ട്രെയിലർ മാത്രമാണ് എന്ന് പറഞ്ഞത് എത്രയോ ശരിയാണ്. ഇനിയിപ്പോൾ അതല്ല കാര്യം, അതോടൊപ്പം വന്ന അടുത്ത മറ്റ് പ്രസ്താവനകൾ നമ്മുടെ ഈ സിന്ധു നദീ ജല കരാറിനെ സംബന്ധിച്ച് വന്ന പ്രസ്താവനകൾ, അതിനെ സംബന്ധിച്ച് പാകിസ്ഥാനുമായിട്ട് ചർച്ചയൊന്നുമില്ല എന്ന് പ്രഖ്യാപിച്ചു കേട്ടു. ഇന്ത്യ ഗവൺമെൻറ് അതുപോലെ പറഞ്ഞു. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അത് തന്നെയാണ്. കാരണം ഇതുവരെ പല പ്രാവശ്യമായിട്ട് അവരുടെ അടുത്ത് ഇന്ത്യക്ക് അതിനകത്ത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കുറേ വകുപ്പുകൾ ഉണ്ട്, ഒരു 4-5 ക്ലാസുകൾ. ഈ ക്ലാസുകൾ മൂലം നമുക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാകുന്നു. അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യണം എന്ന് പറയുന്ന ലെറ്റർ ഈ കഴിഞ്ഞ വർഷം പോലും 2024 പോലും പാകിസ്ഥാന് കൊടുത്തു. അവന്മാരത് ചവറ്റുകൊട്ടെ കളഞ്ഞു. കാരണം അത് വലിയ അത്രത്തോളം അഹങ്കാരമാണ്. എന്നാൽ ഇതൊന്നും ചെയ്യുന്നുവെന്ന് കണ്ട നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു കാഴ്ചപ്പാടായിരുന്നു. പക്ഷേ ഏറ്റവും വലിയൊരു ധീരമായ തീരുമാനം എന്ന് പറയുന്നത് ഇപ്പം നടക്കുന്ന ജലയുദ്ധമാണ്. യഥാർത്ഥത്തിൽ ഈ കണ്ടൊന്നുമല്ല യുദ്ധം, ഈ ജലയുദ്ധം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ രീതിയിലുള്ള ഒരു കാര്യമായിട്ട് നമ്മളിപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവന്മാർ വിചാരിച്ചിരുന്നത് എന്താണെന്നറിയോ, ഇന്ത്യ ഇതിനകത്ത് ഒന്നും തൊടും എന്ന് വിചാരിച്ചില്ല. പക്ഷേ ആ ധാരണ അങ്ങ് മാറി ഇപ്പോൾ. കാരണം ഇത് കയറി പിടിക്കുമെന്ന് അറിഞ്ഞൂടാ. പിടിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ലോകബാങ്ക് ആയിട്ടുള്ള എൻ്റെ മധ്യസ്ഥയിലുള്ള കരാറിലാണ് ഇത് വ്യത്യാസപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നേരെ ലോകബാങ്കിനെ സമീപിച്ചു. അപ്പോൾ ലോകബാങ്കിൻ്റെ പ്രസിഡന്റ് പറഞ്ഞത് എന്തെന്നറിയോ, ഞങ്ങൾക്ക് ഇത് ഇടപെടാൻ പറ്റത്തില്ല, ഇത് ഞങ്ങളുടെ വിഷയമല്ല. അതോടുകൂടി ആ ഇടപാട് തീർന്നു. അപ്പോഴത്തേക്ക് എന്താ പിന്നെ അവിടം വറ്റി വരളും എന്ന് മനസ്സിലായി. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നമ്മുടെ ജമ്മുവിലും അതുപോലെ കാശ്മീരിലും ഒക്കെ ഈ വെള്ളം വേണ്ടതാണ്. പക്ഷേ ഇവിടെ നമ്മൾ മഴയെ മാത്രം ആശ്രയിച്ച് നോക്കിയിരിക്കുകയായിരുന്നു കൃഷിക്ക്. ഇനി അത് വേണ്ടാത്തതിൻ്റെ കാരണം എന്താണ്? ഇപ്പം നമുക്ക് ഈ നദിയിലുള്ള നദി, പ്രത്യേകിച്ചും ജനാബ് നദിയിലെ ജലം എന്ന് പറയുന്നത് കാശ്മീരിനെ മുഴുവൻ പച്ചപിടിപ്പിക്കാൻ പറ്റിയ ജലമാണ് അതിലുള്ളത്. അത്രത്തോളം ജലസമ്പത്താണ് ഉള്ളത്. ഇത് മുഴുവൻ പാകിസ്ഥാനിലേക്ക് ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കരാർ നിമിത്തം. ഇപ്പോൾ എന്താ, നമുക്ക് 2 മെയിൻ അണക്കെട്ട് അതിനകത്തുണ്ട്, ബഗ്ലിഹാർ അണക്കെട്ടും അതുപോലെ തന്നെ സലാൽ അണക്കെട്ടും. ഈ ബഗ്ലിഹാർ അണക്കെട്ട് ഇപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ഏപ്രിൽ മുതൽ അങ്ങ് തുടങ്ങി ഒരു പണി. എന്താണെന്നറിയോ, അതിൽ വെള്ളം തുറന്നു വിട്ടിട്ട് അതിനകത്ത് ചെളി ഒരുപാട് അടിഞ്ഞു കൂടിയിട്ടുണ്ട്, കാലങ്ങളായില്ലേ ചെളി ഇതൊക്കെ റിമൂവ് ചെയ്യണം. ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ സംഭരണശേഷി വളരെ കൂടിക്കഴിഞ്ഞാൽ വെള്ളം ഒഴുക്ക് പിന്നെ അങ്ങോട്ട് കുറയുമല്ലോ. 2 ജലവൈദ്യുത പദ്ധതികളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഈ പറയുന്ന 2 അണക്കെട്ടിലെയും. അതുപോലെ തന്നെ സലാൽ അണക്കെട്ടിലെയും ഈ വെള്ളം തുറന്നു വിട്ടിട്ട് അതിലെ ചെളി മുഴുവൻ നീക്കം ചെയ്യുക. എല്ലാം ചെളി നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 അണക്കെട്ടുകൾക്കും സംഭരണശേഷി വളരെ കൂടും. ഇത് കൂടാതെ ഒരു 4 അണക്കെട്ടിൻ്റെ പണി ഇപ്പോൾ തുടങ്ങാൻ പോവുക. കാരണം ഒരു തുള്ളി വെള്ളം അങ്ങോട്ട് പോകത്തില്ല, ജമ്മുവിലേക്കും കാശ്മീരിലേക്കും കിട്ടും. നമ്മുടെ രാജ്യം പച്ചപിടിക്കും. നമ്മുടെ രാജ്യത്ത് കാർഷികമായിട്ടുള്ള ഒരു വലിയ വിപ്ലവം തന്നെ ഉണ്ടാവും. ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ. അപ്പോൾ അതിനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ നോക്കും? അതാണ് ഇതിനൊക്കെ വേണ്ടി പറയുന്നത്, ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിപ്പോൾ നിലവിളിക്കുന്നതിൻ്റെ കാരണം, പാകിസ്ഥാൻ നിലവിളിക്കുന്നതിൻ്റെ കാരണം എങ്ങനെയെങ്കിലും ഇതിനകത്തൊരു നീക്കുപോക്ക് ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ പാകിസ്ഥാൻ ഇപ്പോൾ പട്ടിണിയിലാണ്, അത് കൊടുംപട്ടിണിയിലേക്ക് മാറണം. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇപ്പോൾ പാകിസ്ഥാൻ ഈ IMF-ൻ്റെ നിന്നൊക്കെ വാങ്ങുന്ന ലോണില്ലേ, ഇതെല്ലാം പോകുന്നത് എങ്ങോട്ടാണ്? ഭീകരരുടെ കയ്യിലേക്കാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഭാരതം തകർത്ത 2 ഒരു ഭീകര താവളങ്ങളുണ്ട്. ഒന്ന് യഥാർത്ഥത്തിൽ മുരിഡ്കയിലും അതുപോലെ തന്നെ മ്യൂറിഡിൽ, പിന്നെ ഈ ഭഗവൽപൂരും. ഇത് 2 എന്ന് പറയുന്നത് എന്തെന്നറിയോ? ഇത് 2 ഒന്ന് ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഒന്ന് ലഷ്കർ-ഇ-തൊയ്ബയുടെയും ഭീകര താവളങ്ങളാണ്. അപ്പോൾ
ഇത് തകർത്തുപോയി, ഇത് മുഴുവൻ അടിച്ച് നശിപ്പിച്ചല്ലോ. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ ഇനി അതിൻ്റെ അടിസ്ഥാനപരമായ അതിൻ്റെ പുനഃസംഘടന, അതായത് റെഡിയാക്കി എടുക്കണമല്ലോ, പുനർനിർമ്മാണം, അതിനുവേണ്ടി പണം കൊടുക്കുകയാണ് പാകിസ്ഥാൻ. അവിടെ പട്ടിണി കിടക്കുന്നവർക്ക് കൊടുക്കാൻ പണമില്ല. പക്ഷേ ഈ കാര്യത്തിന്, കാരണം ഈ ഭീകരത്താവളങ്ങൾ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു പാതയിലാണ് ഇവന്മാരിപ്പോൾ പോകുന്നത്. ഇതിന് പണം കൊടുക്കുകയാണ് ഇപ്പോൾ. അതായത് ഇത് പുനർനിർമ്മിക്കാനുള്ള അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ പുനർനിർമ്മിക്കാൻ വേണ്ടിയുള്ള പണം ഇവരാണ് കൊടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞേ, അവിടെ പാവങ്ങൾക്ക് കൊടുക്കാൻ പൈസയില്ല. അവിടെ POKയിൽ ഒക്കെ എന്നൊക്കെ പറയുന്ന വളരെ വലിയ പട്ടിണിയാണ്. അവിടെ ഒരു വികസന പ്രവർത്തനങ്ങളും ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഈ കാര്യത്തിന് യവന്മാർ പണം ചെലവാക്കും. ആ ചെലവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കിട്ടുന്ന നമ്മുടെ ഈ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നിന്ന് കിട്ടുന്ന ഈ പണം, അതിനാണ് അവർ ഡൈവേർട്ട് ചെയ്യാൻ പോകുന്നത്. അതിനെ തടയണം, അതാണ് വേണ്ടത്. പിന്നെ ഈ നമ്മൾ അതുപോലെ ചെയ്യാൻ പോകുന്നത് എന്താ അറിയോ, ഈ ജനാബ് നദിയിൽ നിന്ന് നമുക്ക് കനാലുകളുണ്ട്, 7 കനാലുകളുണ്ട് കേട്ടോ. അത് ആണ് നമ്മുടെ വാട്ടർ സപ്ലൈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ ഓരോ കനാലിനും അതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 40 ഘനമീറ്റർ വെള്ളം മാത്രമേ അതിൽ കൂടെ ഒഴുകുള്ളൂ. ഈ കനാലുകൾ ഇപ്പം വികസിപ്പിക്കാൻ പോവുകയാണ്. അതിന് ഇനി മാത്രം കേന്ദ്ര ഗവൺമെൻറ് അനുവാദം മാത്രം മതി. അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുന്ന, അതിപ്പോൾ അനുവാദം പെട്ടെന്ന് കിട്ടുമല്ലോ. അപ്പോൾ അതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അത് വികസിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു കനാലിലൂടെ 150 ഘനമീറ്റർ ജലം ഒഴുകത്തക്കവണ്ണമാണ് ചെയ്തേക്കുന്നത്. പിന്നെ ജലം ബാക്കി വന്നാലല്ല പാകിസ്ഥാനിലോട്ട് ഒഴുക്കി വിടാനായിട്ട് വെള്ളം വേണ്ടേ. അപ്പോൾ നമ്മൾ കനാലുകൾ ഇതുപോലെ വികസിപ്പിച്ചു കഴിഞ്ഞാൽ 150 ഘനമീറ്റർ ജലം വീതം അതിലൂടെ ഒഴുകും. അതാണ് നമുക്ക് വേണ്ടതും കേട്ടോ, അതാണ് കാര്യം. അപ്പോൾ എന്തായാലും ശരി, ഇതാണ് യഥാർത്ഥ യുദ്ധം എന്ന് പറയുന്നത് ഞാൻ കണക്കാക്കുന്നത്. അല്ലാതെ നമ്മൾ ബോംബിടുന്നതോ അല്ലെങ്കിൽ നമ്മൾ മിസൈൽ വർഷിക്കുന്നതോ ഒന്നും മാത്രമല്ല. ഇവരെ എക്കണോമിക്കലി ഇവരെ തകർക്കണം. കാരണം ഇവന്മാർ ഈ പണം കിട്ടുന്നതെല്ലാം ആ രാജ്യത്ത് നിന്ന് ഇപ്പോൾ 14 കോടി രൂപ അവർ കളക്ട് ചെയ്യുന്നു. എന്തിനാണെന്നറിയോ? ഈ ഭീകരർക്ക് കൊടുക്കാൻ. അവിടുത്തെ പട്ടിണി പാവങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പണമാണ്. ഈ ഭീകര താവളങ്ങൾ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനാണ് അവന്മാരുടെ ശ്രമം. അത് യഥാർത്ഥത്തിൽ അവിടുത്തെ ജനങ്ങളോ വിവരമില്ലാത്തവരാണ്. അല്ലെങ്കിൽ ഇത് കൊടുക്കുമോ? പട്ടിണി കിടന്നുണ്ടായാലും ഈ കൊടുക്കുന്നതിൻ്റെ കാര്യം അവർ നാടിന് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ അത് രാജ്യസ്നേഹം അല്ല എന്ന് തിരിച്ചറിയണം. അത് ഭീകരരോടുള്ള സ്നേഹമാണ് എന്ന് ആ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം. എപ്പോഴും നമുക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നാടിനോട് കൂറുവേണം. നമ്മുടെ രാജ്യത്തോട്, അതാണ് വേണ്ടത്. അല്ലാതെ ഭീകര പ്രവർത്തനങ്ങൾ വളർത്താനല്ല കൂറുവേണ്ടത്. ഇത് തിരിച്ചറിയാനുള്ള ബുദ്ധി, തലച്ചോറ് ഈ പാകിസ്ഥാനികൾക്കില്ല കേട്ടോ. അവർക്കത് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതേയില്ല. നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടായിരിക്കണം എല്ലാ കാര്യത്തിലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി. അവിടെ രാഷ്ട്രീയമില്ല, അവിടെ മതമില്ല, ഒന്നുമില്ല. നമ്മൾ നോക്കേണ്ട എന്താണെന്നറിയാം, ഇന്ത്യയിലെ എല്ലാ ആരാധനാലയങ്ങളും ഇപ്പം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുണ്ടായിരുന്നതെല്ലാം അത് ഓരോ മതത്തിൻ്റെ അല്ല, മുസ്ലിങ്ങളുടെയോ ഹിന്ദുക്കളുടെയോ സിഖുകാരുടെയോ ജൈനന്മാരുടെയോ ഒന്നും അല്ല, ഇന്ത്യക്കാരുടേതാണ്. എല്ലാവരും എല്ലാ സ്ഥലത്തും ആരാധനാലയങ്ങൾ, ആരുടെ ആലയം? ദൈവത്തിൻ്റെ ആലയം, ഈശ്വരൻ്റെ ആലയം. അത് പല പേരുകളിൽ വിളിക്കും എന്നുള്ളതല്ലാതെ ഈ ആലയങ്ങളാണ്. ഇതെല്ലാം എല്ലാവരുടേതുമാണ്. നിങ്ങളുടേത് ഞങ്ങളുടേത് എന്നുള്ള ഒരു തോന്നലല്ല വേണ്ടത്, നമ്മുടേതാണ്. ഈ കാഴ്ചപ്പാടാണ് വേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് എന്നും സമാധാനം പുലരും, നല്ല രീതിയിൽ മുമ്പോട്ട് പോവും. ആ രീതിയിലായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട്. എന്നും അത് തന്നെ ആയിരിക്കണം കാഴ്ചപ്പാട്.